ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഒരു മികച്ച മൾട്ടിനാഷണൽ കമ്പനിയിലെ തൊഴിലവസരവുമായിട്ടാണ്. കാരണം ഈ വേക്കൻസീസ് ഒക്കെ വന്നിട്ടുള്ളത് IBM-ലാണ്. IBM-ൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ വിവിധ ലൊക്കേഷനുകളിലേക്ക് ഫ്രഷേഴ്സിനും അതുപോലെ എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സിനും ഒക്കെ ആയിട്ട് അസോസിയേറ്റ് സിസ്റ്റം എഞ്ചിനീയർ എന്നൊരു പൊസിഷനിലേക്ക് അവരിപ്പോൾ ഹയർ ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ വൈസ് ഉള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ വിവിധ ലൊക്കേഷനുകളായിട്ട് വേക്കൻസി വരുന്നുണ്ട്. സോ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്താണ് മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഇതൊരു എൻട്രി ലെവൽ പൊസിഷൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് മറ്റേ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഈവൻ നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മെയിൻലി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മേഖലയിലാണ് നിങ്ങളുടെ ഒരു കരിയർ വരുന്നത്. പൊസിഷന്റെ പേര് വരുന്നത് അസോസിയേറ്റ് സിസ്റ്റം എഞ്ചിനീയർ എന്നാണ്. ഇതിൽ അവർ ചോദിക്കുന്ന സ്കിൽസ് എന്ന് വെച്ചാൽ മെയിൻലി എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാമിംഗ് നോളേജ് ആണ്. പ്രിഫറബിളി അത് ജാവയിലോ പൈത്തണിലോ Node.js-ലോ ഒക്കെ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് നോളേജ് ഉണ്ട്. ഇനി നിങ്ങൾ കോളേജിൽ പഠിച്ച കാലത്ത് ഈ ഒരു മേഖലയിലൊക്കെ സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ നല്ല സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നല്ലൊരു അവസരമാണ്. കാരണം ഒരു എൻട്രി ലെവൽ ജോലിയാണ് നിങ്ങൾക്ക് IBM-ൽ തന്നെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ തന്നെ നിങ്ങൾക്ക് ആദ്യമായി ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞു വിവിധ ലൊക്കേഷനുകളിലായിട്ടാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. നമുക്ക് ആ ലൊക്കേഷൻ ഒന്ന് നോക്കി നോക്കാം. മുംബൈയിലുണ്ട്, ന്യൂഡൽഹിയിലുണ്ട്, പൂനെയിലുണ്ട്, ചെന്നൈയിലുണ്ട്, ഹൈദരാബാദ് ഉണ്ട്. അതേപോലെ നമ്മുടെ കൊച്ചിയിലൊക്കെ വേക്കൻസി ഇതിൽ കൊടുത്തിട്ടില്ലെങ്കിലും വേക്കൻസി വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം മൾട്ടിപ്പിൾ ലൊക്കേഷൻസിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. പിന്നെ പലർക്കും സംശയം ഉണ്ടാവും, ഇതൊരു കോൺട്രാക്ട് വൈസ് ഉള്ള ജോലിയാണോ? അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത് കോൺട്രാക്ട് ടൈപ്പ് അല്ല, റെഗുലർ ആണ്. അതായത് IBM-ന്റെ ഡയറക്റ്റ് എംപ്ലോയി ആയിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ നിയമനം ലഭിക്കുന്നതാണ്. മെയിൻലി നിങ്ങളുടെ ഒരു ജോബ് റോള് വരുന്നത് ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ അസോസിയേറ്റ് സിസ്റ്റം എഞ്ചിനീയർ ആയ ഒരു ജോലി സൂചിപ്പിക്കുന്ന പോലെ തന്നെ മെയിൻലി കോഡ് ഡെവലപ്പ് ചെയ്യുക, അത് ടെസ്റ്റ് ചെയ്യുക, അതിന്റെ ഡീബഗ് ചെയ്യുക, അതേപോലെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഡിസൈൻ ചെയ്യുക മുതലായ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഇതിന്റെ ഒരു ജോബ് സർക്കിൾ, ജോബ് ഡ്യൂട്ടി വരുന്നത്. സോ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് മറ്റ് അഡീഷണൽ തേർഡ് പാർട്ടി വെബ്സൈറ്റിലൊന്നും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് IBM-ന്റെ വെബ്സൈറ്റിൽ കയറി തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യേണ്ട അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു പേജിൽ, ഈ ഒരു വെബ് പേജിൽ എത്തേണ്ട ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി കയറിയാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ് പേജിൽ നിങ്ങൾ എത്തുന്നതാണ്. ജസ്റ്റ് അപ്ലൈ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള IBM-ന്റെ ഒരു ഫോം ഫില്ല് ചെയ്യേണ്ട ഒരു പേജ് ആണ് നിങ്ങൾക്ക് വരിക. അതിൽ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, നിങ്ങളുടെ ഇമെയിൽ ID അത് കറക്റ്റ് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഫെർദർ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്കായിരിക്കും വരിക. സോ കറക്റ്റ് ഇമെയിൽ കൊടുക്കുക. അതേപോലെ റെസ്യൂമിൽ കറക്റ്റ് നിങ്ങളുടെ ഫോൺ നമ്പർ, ലേറ്റസ്റ്റ് ഇമെയിൽ ID, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത്, ഇനി ഈവൻ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത്, നിങ്ങൾ ഇനി പഠിച്ച ടൈമിലെ പ്രോജക്ട്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു റെസ്യൂമ് വേണം നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. സോ അതിനുശേഷം ഈ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി കിട്ടുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് IBM-ന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നല്ലൊരു അവസരമാണ്. IBM-ലെ ഒരു എൻട്രി ലെവൽ ജോലിയാണ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. അതുമാത്രമല്ല മറ്റ് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് മെയിൻലി അവർ ചോദിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT മേഖലയിലൊക്കെയുള്ള ബേസിക് ഡിഗ്രി കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. ബിടെക്കാർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നല്ലൊരു അവസരമാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വെബ്സൈറ്റിൽ, ഈ ഒരു വെബ്സൈറ്റിൽ കയറി പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം വൺസ് ഒരു ആപ്ലിക്കൻസിന്റെ നിശ്ചിത എണ്ണം അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവർ ഒരു അപ്ലൈ നൗ എന്ന ബട്ടൺ ഡീആക്ടിവേറ്റ് ആവുന്നതാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ബിടെക് അല്ലെങ്കിൽ ഇതുപോലുള്ള കമ്പ്യൂട്ടർ സയൻസോ IT മേഖലയിലൊക്കെ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞിട്ട് ഇതുപോലുള്ള മികച്ച കമ്പനിയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദയവായി അവരിലേക്ക് ഈ ഒരു വീഡിയോ കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.